കോൺഗ്രസ് നയമില്ലാത്ത പാർട്ടിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മലപ്പുറത്ത് പറഞ്ഞു. ഒരു കാര്യത്തിലും ആശയവ്യക്തതയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മർമ്മം ഇന്ത്യയെ മതരാഷ്ട്രമാക്കുന്നു എന്നതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇപ്രാവശ്യവും UDF നേതൃത്വം നിഷേധിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തു വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല, മുമ്പ് വന്ന പോലെ തന്നെ. പക്ഷേ ഇത് കേവലമായിട്ടുള്ള ഒരു SDP ആയിട്ടുള്ള ബന്ധം മാത്രമല്ല, അത് UDF ഇതിനെ കാണുന്നത് ഇത് ഗൗരവതരമായ പരാജയത്തിലേക്ക് നീങ്ങുന്നതിനെ പ്രതിരോധിക്കാൻ ഏത് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം എന്നൊരു നിലപാടിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനനുയോജ്യമായ രീതിയിലാണ് K. സുധാകരൻ്റെ പ്രസംഗം. UDF നേതാക്കന്മാരുടെ നിലപാട് അവർ പറഞ്ഞു ഞങ്ങളുടെ ഒരു അംഗീകാരമാണെന്നാണ്. അപ്പോൾ പറഞ്ഞത് സുധാകരനാണ്, KPCC പ്രസിഡന്റ്. അവരുടെ വോട്ട് നമുക്ക് നൽകുന്നു എന്നുള്ളത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ്. അങ്ങനെ അംഗീകാരമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഓരോന്നും വിശദീകരിക്കാനില്ല. ആരുടെ വോട്ട് എന്നുള്ളതല്ല പ്രശ്നം, ഏത് രാഷ്ട്രീയ ശക്തിയുടെ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വോട്ട് എന്നതാണ്. അല്ലാതെ കുറേ ആളുടെ വ്യക്തിപരമായിട്ട് വോട്ട് വാങ്ങുന്നു എന്നുള്ളതല്ല. ഇത് തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുള്ള ഒരു വിഭാഗമായി വരും. ഇവർ പിന്നെ കോൺഗ്രസിനെതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായിട്ട് അല്ല BJPക്കെതിരായിട്ടാണ് ഞങ്ങൾ ശക്തിയായ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് SDP പറയുന്നത് യാതൊരു കാര്യമില്ല. കാരണം തമിഴ്നാട്ടിൽ അവർ ഞങ്ങൾക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കരുതെന്ന് കോൺഗ്രസ് പറഞ്ഞില്ല. കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ രാത്രിയിൽ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പ്രതികരിച്ചത്. കോൺഗ്രസിന് നയവുമില്ല. SDP പോലെയുള്ള വർഗീയ പാർട്ടികളുമായി അവർ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കിയിരിക്കുന്നു. ഇത് BJPയെ സഹായിക്കാനാണ്. കോൺഗ്രസിന് നേതൃത്വവുമില്ല. രാഹുൽ ഗാന്ധി ഇതുവരെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അരുണാചലിൽ 10 സീറ്റിൽ BJPക്ക് എതിരില്ലാതെ ജയിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് കോൺഗ്രസ്. അത് തടയേണ്ട KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുകയാണ്. ഒരു കാര്യത്തിലും ആശയവ്യക്തതയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറി. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ മർമ്മം ഇന്ത്യയെ മതരാഷ്ട്രമാക്കുന്നു എന്നതാണ്. ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള കൈവഴിയാണിത്. ഏക സിവിൽ കോഡും ധ്രുവീകരണം ഉണ്ടാക്കാനാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവിടെ BJPക്കെതിരായിട്ടില്ല, AIADMKയുടെ ഒപ്പം നിന്നുകൊണ്ടാണ് അവിടെ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുമല്ല. അപ്പോൾ അതൊക്കെ അവസരവാദപരമായ വിശദീകരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർ ഇവിടെ UDF അതിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് പരാജയം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തിയായ രീതിയിലുള്ള മുന്നേറ്റം കുറിച്ചുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും നടന്നു വരുന്നത്. കോൺഗ്രസിന് ഇത് മാത്രമല്ല, കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെയാണല്ലോ, വിസിറ്റിംഗ് ആണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരിക, പോവുക. ജനങ്ങളുടെ ഒരു പ്രശ്നവും അവിടെ വന്യജീവി ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നത്തിൻ്റെ അതും MP എന്ന രീതിയിൽ ഇടപെടുന്ന നിലപാട് സ്വീകരിച്ചിട്ടേയില്ല. അത് ജനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള പ്രത്യേകത, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ലീഗിൻ്റെ കൂടി ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ കൂടി ഉൾപ്പെടെ കാട്ടി രാജ്യവ്യാപകമായിട്ട് അത് സംബന്ധിച്ചുള്ള BJP പ്രചരണം വന്നു. പാകിസ്ഥാൻ്റെ കൂടിയാണ് വരുന്നത്. ലീഗിൻ്റെ കൂടിയാണ് എന്ന് പറഞ്ഞു നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. ഇപ്രാവശ്യം അതുകൊണ്ട് അവർ തീരുമാനിച്ചു ആരുടെയും കുടി വേണ്ട. എന്നിട്ട് ഇപ്പോൾ കുടി വേണ്ട അതിൻ്റെ തിയറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുടി വേണ്ട? കാര്യകാരണ നിയമം എല്ലാറ്റിനും ബാധകമാണ്. കഴിഞ്ഞ പ്രാവശ്യം കൂടി ആവാമെന്നുള്ളതിൻ്റെ കാരണം എന്താണ്? അതിനൊരു കാര്യം ഉണ്ടാവും, കാരണം ഉണ്ടാവും. ഇപ്രാവശ്യം വേണ്ടാന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണ്? വളരെ വ്യക്തമാണ്. RSSൻ്റെ BJPയുടെ പ്രചരണത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി കണ്ടാൽ അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന BJPക്ക് എതിരായിട്ടുള്ള അവരുടെ പ്രചരണത്തിനെതിരായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സ്വന്തം കൊടി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിചിത്രമായ സത്യം. CCN മലപ്പുറം.